രണ്ട് മഹായുദ്ധങ്ങളാണ്. ലോകത്തിൻ്റെ സ്വൈരം കെടുത്തിയിരുന്ന രണ്ട് മഹായുദ്ധങ്ങളാണ് പെട്ടെന്ന് ഒരാഴ്ചക്കകം നിർത്തലാക്കിയത്. ഒന്ന് ഉക്രൈനും റഷ്യയുമായിട്ട് നീണ്ടകാലം നടന്നുകൊണ്ടിരുന്ന യുദ്ധം വെടിനിർത്തൽ. രണ്ടാമത് അമേരിക്കയും ഇസ്രായേലും കൂടി ഇറാന് നേരെ നടത്തിയിരുന്ന യുദ്ധം. അതിനൊരു താൽക്കാലിക വിരാമം 2 ആഴ്ചത്തേക്ക് എന്ന് പറയുന്നു. വെടിനിർത്തൽ, സീസ്ഫയർ എന്നാണ് അതിൻ്റെ പേര്. പാകിസ്ഥാൻ്റെ മണ്ണിലാണ് അതിൻ്റെ ഒത്തുതീർപ്പ് ചർച്ച നടന്നത്. ഇറാൻ്റെ ഒരു നേതാക്കളും പങ്കെടുത്തില്ല. എനിക്ക് തോന്നുന്നു ഇറാന് പകരം അസീഫ് മുനീർ, അവിടുത്തെ ഫീൽഡ് മാർഷൽ പാകിസ്ഥാൻ്റെ, അദ്ദേഹമാണ് അവിടെ പ്രതിനിധാനം ചെയ്തെത്തിയെന്ന് തോന്നുന്നു. അതെന്തായാലും ഒരു 1.5 വെടിനിർത്തലായിപ്പോയി കേട്ടോ. ആ വെടിനിർത്തൽ കരാർ ഒപ്പിട്ടതിൻ്റെ അതേ ദിവസം തന്നെ രാത്രി ലെബനൺ എന്ന് പറയുന്ന രാജ്യം, ഇറാൻ്റെ ഒരു സഖ്യകക്ഷിയാണ്, ഷിയ മുസ്ലിങ്ങളുള്ള രാജ്യമാണ്, അവിടേക്ക് കയറി 254 പേരെ ഈ ഒത്തുതീർപ്പിലെ ഒരു സഖ്യകക്ഷിയായിട്ടുള്ള ഇസ്രായേൽ വകവരുത്തി. അതോടുകൂടി എന്തു സംഭവിച്ചു? തുറന്നിട്ട ഹോർമൂസ് കടൽ അങ്ങ് പൂട്ടി ഇറാൻ. അതാണ് സംഭവിച്ചത്. അതിനിടയ്ക്ക് സൗഹൃദ രാഷ്ട്രമായിട്ടുള്ള ഇന്ത്യയിലേക്കുള്ള 4 കപ്പലുകൾ കൂടി തുറന്നിട്ടു എന്ന് മാത്രമല്ല, ആ കപ്പലുകൾക്ക് ആവശ്യമായിട്ടുള്ള സംരക്ഷണം മുഴുവൻ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്പ് എന്ന് പറയുന്ന IRGCയെ കൊണ്ട് കൊടുപ്പിക്കുകയും ചെയ്തു ഇറാൻ. നന്ദിയുള്ളവരായിരിക്കണം നമ്മൾ. മറ്റ് കപ്പലുകളൊന്നും പോകുന്നില്ല. ചൈനയുടേത് പോകുന്നുണ്ട്, ഓഫ് കോഴ്സ്, ഇറാൻ്റേത് പോകുന്നുണ്ട്, റഷ്യയുടേത് പോകുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ അധികം എണ്ണയൊന്നും അവിടുന്ന് വാങ്ങുന്നില്ല. എന്നിട്ടും നമ്മളോട് സന്മനസ്സു കാണിച്ചു അവർ. അതാണ് അവരുടെ സംസ്കാരം. സഹസ്രാബ്ദങ്ങളായിട്ടുള്ള സംസ്കാരത്തിൻ്റെ ഒരു ഫലമാണത്. അത് നമ്മൾ ഓർക്കണം. തീർച്ചയായിട്ടും നമ്മളിപ്പോൾ കുറച്ചെങ്കിലും നമ്മുടെ അടുക്കളയിൽ തീ പുകയുന്നുണ്ടെങ്കിൽ, കുറച്ചെങ്കിലും നമ്മുടെ വാഹനങ്ങൾ നിരത്തിൽ ഓടുന്നുണ്ടെങ്കിൽ, നമ്മുടെ പെട്രോളിൻ്റെ വില കൂടാതിരിക്കുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ തീർച്ചയായിട്ടും ഇറാനോട് പറയേണ്ടി വരും. ഈ അടുക്കളകളിൽ തീ കത്താതെ വരുന്നെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം തീർച്ചയായിട്ടും ഉള്ളത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ ഇപ്പോഴത്തെ പ്രസിഡൻ്റായിട്ടുള്ള ഡൊണാൾഡ് ട്രംപിന് തന്നെയാണെന്നും നമ്മൾ ഓർക്കണം. ഇവിടെ ഇപ്പോൾ ഞാൻ പറയാൻ വരുന്ന ആ വിഷയത്തിലേക്കല്ല, പക്ഷേ വളരെ വിചിത്രമായ വെടിനിർത്തലാണ് ഇപ്പോൾ പാകിസ്ഥാൻ്റെ ആഭിമുഖ്യത്തിൽ വളരെ ഉത്സാഹപ്പെട്ട് നടത്തിയത്. പാകിസ്ഥാൻ്റെ സ്ഥാനം ലോകരാജ്യങ്ങൾക്കിടയിൽ പോയി കിടക്കുകയായിരുന്നു ഓപ്പറേഷൻ സിന്ദൂറോടുകൂടി. ഇതുപോലെ 1-2 മാസം നീണ്ട യുദ്ധമൊന്നുമല്ല നമ്മൾ നടത്തിയത്, അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് നടന്ന ഉക്രൈൻ റഷ്യ യുദ്ധം പോലൊരു യുദ്ധമൊന്നുമല്ല നമ്മൾ നടത്തിയത്. നമ്മൾ കേവലം 22 മിനിറ്റ് കൊണ്ട് ഭസ്മമാക്കി അവരുടെ ഭീകര താവളങ്ങളെ, ഭീകരതയുടെ ദംഷ്ട്രകൾ നമ്മൾ തകർത്തു. അതാണ് ഇന്ത്യ. ചുമ്മാ വീമ്പിളക്കിക്കൊണ്ട് നടക്കുകയല്ല നമ്മുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ പോലെ. ലോകത്തിൻ്റെ മുഴുവൻ സമാധാനം കെടുത്തി എനിക്കിതാ നൊബേൽ സമ്മാനം, ഞാനാണ് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടത്തിയത്, ലോകത്തിലങ്ങനെ 17 യുദ്ധങ്ങൾ ഞാൻ നടത്തി, ഏതാണാവും. അതുപോലെ തന്നെ ഇറാനെ ഞാനിപ്പോൾ ഒരു നിമിഷം കൊണ്ട് അവരുടെ സംസ്കാരം മുഴുവൻ ഭസ്മമാക്കി കളയും, മജീഷ്യനെ പോലെ ഒക്കെ പറഞ്ഞു. ഇയാളാരെ ദൈവം? ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇപ്പോൾ എന്താ പുറകെ കൈയും കെട്ടി നടക്കുക, ഇനി എന്ത് ചെയ്യണമെന്നറിയാം. ഹോർമൂസ് വീണ്ടും പൂട്ടി. നിങ്ങൾക്ക് എന്ത് കുന്തം ചെയ്യാൻ പറ്റും? ഒന്നുമില്ല. നിങ്ങൾ എന്തിനു വേണ്ടിയാണ് യുദ്ധം ചെയ്യാൻ പോയത്? അവിടുത്തെ ഭരണത്തെ മാറ്റാൻ. നടന്നു. രണ്ടാമത്തെ നിങ്ങളുടെ ലക്ഷ്യം അവിടുത്തെ എണ്ണ മുഴുവൻ സ്വന്തമാക്കാൻ. ഒരു ചുക്കും നടന്നില്ല. ഈ ഹോർമൂസ് എന്ന് പറയുന്ന ഒരു കാര്യമേ നിങ്ങളുടെ ഒരു അജണ്ടയിൽ ഇല്ലാത്ത കാര്യമല്ലേ? ഹോർമൂസ് എന്ന് പറയുന്നത് ഇപ്പം എങ്ങനെയാ വന്നത്? യുദ്ധത്തിന് ശേഷമാണ്. ഹോർമൂസ് നോർമലായിരുന്നു. നിങ്ങൾ ഇടപെട്ടത് കൊണ്ടാണ് അവിടെ ഹോർമൂസിൽ സ്വൈര്യം കെട്ട് കപ്പലുകളെല്ലാം അവിടെ കൂട്ടം ചേർന്ന് ട്രാഫിക് ബ്ലോക്കായിട്ട് കിടക്കുന്നത്. നിങ്ങളാണ് അതിന് ഉത്തരവാദി. അതുപോലും പരിഹരിക്കാൻ നിങ്ങളെക്കൊണ്ട് കഴിഞ്ഞിട്ടില്ല. നല്ല ഒരു കക്ഷിയാണ് മധ്യസ്ഥനായിട്ട് ഇരുന്നത് പാകിസ്ഥാൻ. ലോക ഭീകരതയുടെ തലസ്ഥാനമായ പാകിസ്ഥാൻ നല്ല സ്ഥലത്ത് വെച്ചാണ് നടത്തിയത്. അപ്പോൾ ശുഭപര്യാവസായി ആയിരിക്കും ഇത്. പിന്നെ അത് തീർക്കും ഇത് തീർക്കും എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഇത്രയും നാളായിട്ട് തീർക്കാൻ എന്താ? നിങ്ങളെക്കൊണ്ട് അതിന് കഴിവില്ല. നിങ്ങൾ ഉമ്മ വെറുതെ വീം പഠിക്കുക. ഇത് കേട്ടിട്ട് ഞാൻ ഇപ്പം തട്ടികളെ ഞാൻ ഒരു അടി വെച്ച് കൊടുത്തു, ഞാൻ അവന് 2 അടി എന്ന് പറയുന്ന ജോസഫ് മുണ്ടശ്ശേരിയുടെ ശൈലിയിലായി പോയില്ലേ അമേരിക്കയുടെ ഈ അതിക്രമങ്ങളും?
കഷ്ടം, ഒരു പരിഹാസപാത്രം, കോമാളിയായി പോയിരിക്കുന്നു ട്രംപ് എന്നുള്ളതാണ്. കൗബോയ് മാത്രമല്ല, ഒരു കോമാളിയുമായിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് വരുന്ന കാര്യം. ഇപ്പോൾ 80% ചൈനയുടെ പെട്രോളും അല്ലെങ്കിൽ ക്രൂഡ് ഓയിലും ലഭിക്കുന്ന ഇറാനിന് അവർ വാങ്ങിക്കൊണ്ട് പോകുന്നുമുണ്ട്. അവരുടെ കപ്പലുകൾ നിരന്തരം പോകുന്നുണ്ട്. അമേരിക്കയ്ക്കൊന്നും ഒരു കുന്തവും ചെയ്യാൻ പറ്റുന്നില്ല. വാങ്ങിക്കുന്നത് ചൈനയാണ്. ആ ചൈന ആ കൃത്യം നിർവഹിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ വേറൊരു കാര്യം കേൾക്കണം, അമേരിക്കയ്ക്ക് വലിയൊരു അടി കിട്ടുന്ന കാര്യം, ഈ ചൈന ഈ പെട്രോളിൻ്റെ പൈസ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ചൈനയുടെ നാണയമായിട്ടുള്ള യുവാൻ എന്ന നാണയത്തിലാണ്. അത് ഇറാൻ വാങ്ങിക്കുന്നു. അതുകൊണ്ട് എന്താ കുഴപ്പം എന്ന് നിങ്ങൾ ചോദിക്കും. കുഴപ്പമൊന്നുമില്ല. ആഗോള വിനിമയ നാണയമായിട്ടുള്ള ഡോളറിൻ്റെ വിലയും കിട്ടുക. അത് തന്നെയാണ് സംഭവിച്ചത്. ഇന്ത്യൻ റുപ്പിയയിൽ റഷ്യയിൽ നിന്ന് വാങ്ങുന്ന ക്രൂഡ് ഓയിലിന് വില കൊടുത്തത്. അതുകൊണ്ടാണ് അമേരിക്ക അതിൻ്റെ മേൽ 200% ചുങ്കം ഏർപ്പെടുത്തുമെന്നുള്ള ഭീഷണി നമുക്ക് നേരെ ഉന്നയിച്ചത്. 25% ശരിക്കും വർദ്ധിപ്പിച്ച് നമ്മളെ ഒന്ന് വാശി പിടിപ്പിച്ചത്. നമ്മൾ വേറെ മാർഗങ്ങൾ കണ്ടെത്തി, അത് വേറെ കാര്യം. എന്നിട്ട് ഇതിനിടയ്ക്ക് ഇറാനുമായിട്ടുള്ള നമ്മുടെ ശത്രുത വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു പണി പണിഞ്ഞു പാകിസ്ഥാൻ. എന്താ പറഞ്ഞത്? ചാബഹാർ തുറമുഖത്തിന് നേരെ ഇന്ത്യ ആക്രമണം നടത്തിയിരുന്നു. എൻ്റെ ദൈവമേ, ഇതുപോലെ പച്ചക്കള്ളം മലയാളത്തിലെ മാധ്യമങ്ങൾ മാത്രമേ പറയത്തുള്ളൂ. ഇന്ത്യയുടെ ഒരു ഇൻവെസ്റ്റ്മെൻ്റാണത്, കോടികളുടെ ആസ്തിയുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ്. അത് ഇന്ത്യ തന്നെ നശിപ്പിക്കുക. എന്താ കഥ? എന്നാൽ പിന്നെ മുംബൈ നഗരത്തിലേക്ക് നമ്മൾ മിസൈൽ അയച്ചാൽ പോയി. അതുപോലെ ഇന്ത്യക്ക് വേണ്ടപ്പെട്ട ഒരു തുറമുഖമാണ് ഇറാനിലേത്. അതുവഴിയാണ് ഇന്ത്യയുടെ താല്പര്യങ്ങൾ മുഴുവനുള്ളത്. വിദേശത്തേക്ക് ചരക്കുകൾ കയറ്റി അയക്കാൻ, കൊണ്ടുവരാൻ ഇന്ത്യ അവിടെ വികസിപ്പിച്ച ഒരു തുറമുഖമാണ്. ഇറാൻ്റെ സന്മനസ്സുകൊണ്ട് നമുക്ക് കിട്ടിയ ഒരു വരദാനം. അവിടേക്ക് നമ്മൾ മിസൈൽ അയച്ചത്. കള്ളം പറയുന്നതിന് വേണ്ട ഒരു നാണവും മാനവുമൊക്കെ, അതും പാകിസ്ഥാൻ ഇല്ലാന്ന് സാരം. അങ്ങനെയാണല്ലോ ഭീകരതയുടെ തലസ്ഥാനമായിട്ട് ഞങ്ങൾക്ക് ഭീകരതയൊന്നുമില്ല, ഇന്ത്യക്ക് ഭീകരതയുള്ളതെന്ന് പറയുന്ന രാഷ്ട്രമല്ലേ അത്. അങ്ങനെയുള്ളൊരു രാഷ്ട്രം, അവരെ അങ്ങ് വിട്ടേക്കാം, നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ തീരില്ല. അപ്പോൾ ഇതൊക്കെയാണ് ചർച്ച എന്ന് പറയുന്ന, നമ്മൾ ഈ പറയുന്ന, അതായത് ഈ വെടിനിർത്തൽ അത്ര വലിയ വെടിനിർത്തലൊന്നുമല്ല. ലെബനനു നേരെ ആക്രമണം ഇസ്രായേൽ നടത്തി 254 പേരെ കൊന്നു കഴിഞ്ഞപ്പോൾ ഇറാൻ്റെ ഭാവം മാറി എന്ന് മാത്രമല്ല, അവർ ഹോർമൂസ് ഭാഗികമായ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇവർ സംസ്കാരമുള്ള രാജ്യമാണ് കേട്ടോ. ട്രംപിനെ പോലെ സംസ്കാരമില്ലാത്ത രാജ്യമല്ല. ഇത്രയധികം നാശനഷ്ടങ്ങൾ നേരിട്ടിട്ടും ഇറാൻ്റെ വിദേശകാര്യമന്ത്രി പറഞ്ഞത് കണ്ടീഷണലായിട്ട് ഇതിൽ കൂടി ഞങ്ങൾ ഷിപ്പുകളുടെ മൂവ്മെൻറ്റ് അനുവദിക്കുക. അതെങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് നോക്കാം. ഇൻ കോർഡിനേഷൻ വിത്ത് ഇറാൻസ് ആംഡ് ഫോഴ്സസ് ആൻഡ് വിത്ത് ഡ്യൂ കൺസിഡറേഷൻ ഓഫ് ടെക്നിക്കൽ ലിമിറ്റേഷൻസ് എന്ന് പറഞ്ഞാൽ, ടെക്നിക്കൽ എന്ന് പറഞ്ഞാൽ വളരെ വീതി കുറഞ്ഞ ഒരു സ്ഥലമാണ്. അതായത് അത് മലയാളത്തിൽ പറയാം എല്ലാവർക്കും മനസ്സിലാവാൻ വേണ്ടി. IRGCയുമായിട്ട് കോർഡിനേറ്റ് ചെയ്ത്, അതായത് ഇറാനിലെ പട്ടാളക്കാരുമായിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ട് ഈ കനാലിൻ്റെ, ഹോർമൂസ് കനാലിൻ്റെ കടലിടുക്കിൻ്റെ വീതിക്ക് അനുസരിച്ച രീതിയിൽ ഉള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടും, അല്ലാതെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. എന്താണത്? അവിടെ 1 ബാരൽ എണ്ണയ്ക്ക്, കപ്പൽ വഴി കടന്നു പോകുന്ന ഓരോ ബാരൽ എണ്ണയ്ക്കും $1 വീതം ടോൾ ഏർപ്പെടുത്തും. ഇപ്പം എത്ര കോടി ഡോളറാണ് അപ്പോൾ ഇറാൻ ലഭിക്കുക? എന്തിനാണ്? അമേരിക്ക ഉണ്ടാക്കി വെച്ച നാശങ്ങളെല്ലാം പരിഹരിക്കാൻ. ആ രീതിയിൽ പോകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ദ ലാസ്റ്റ് ലാഫ് ഈസ് ദാറ്റ് ഓഫ് ഇറാൻ. അമേരിക്കയല്ല അവസാനത്തെ ചിരിച്ചിരിക്കുന്നത്, ഇവിടെ ഇറാനാണ്. അവർക്ക് വലിയ ലാഭമായി പോയി ഇറാൻ്റെ ഈ ഹോർമൂസിൻ്റെ നിയന്ത്രണം അവർ ഏറ്റെടുത്തത്. ഇവിടെ ഇപ്പോൾ നമ്മുടെ ഇന്ത്യക്കാരനായിട്ടുള്ള, ഡൽഹി ബേസ്ഡ് ആയിട്ടുള്ള ഈ മാരിടൈം അനലിസ്റ്റ്, അതായത് കപ്പൽ ഗതാഗതത്തിൻ്റെ ഒരു അനലിസ്റ്റായിട്ടുള്ള, അതിൻ്റെ അപഗ്രഥനം നടത്തുന്ന ആൾ, അദ്ദേഹത്തിൻ്റെ പേര് ഉദയ് ഭാസ്കർ. അദ്ദേഹം പറഞ്ഞത്, ഇപ്പോൾ ഈ യുദ്ധത്തിൻ്റെ കാർമേഘങ്ങൾ നീങ്ങിയെന്നല്ല, അനിശ്ചിതത്വത്തിൻ്റെ, അതായത് അൺസർട്ടനിറ്റിയുടെ കാർമേഘങ്ങൾ ഇപ്പോൾ ഹോർമൂസ് കടൽ ഇടുക്കിനുമേൽ ഉണ്ടായിരിക്കുന്നു. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.